Hi all, welcome to Competitive Cracker. I am Soumya. CC ഓണം നല്ലോണം പഠിച്ചോണം. അപ്പോൾ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സെറ്റ് ബോട്ടണി സ്റ്റുഡൻസിനോടാണ് നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. എന്താണ് നമ്മുടെ ഓഗസ്റ്റ് 2 നമ്മൾ എന്താണ് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു അല്ലെ. സെറ്റ് ബോട്ടണി ഈ വർഷം എന്തായാലും ക്രാക്ക് ചെയ്യും. NVT നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അതിന് അപേക്ഷിക്കണം അല്ലെ, നല്ല രീതിയിൽ എഴുതണം എന്നെല്ലാം കരുതി നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഴ മൂലം പോസ്റ്റ്പോൺ ചെയ്തത് സെപ്റ്റംബർ 20 അല്ലെ. അപ്പൊ നോക്കുമ്പോ നമ്മളിപ്പോഴത്തെ ഒരു പാറ്റേൺ നോക്കുമ്പോ നല്ല ഓഗസ്റ്റ് ഒരു 22 എക്സാം. ഓഗസ്റ്റ് 1 വരെ നമ്മൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. CCയുടെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കുട്ടികൾ എല്ലാ ക്ലാസ്സുകളും എല്ലാ സൂം ലൈവ് ക്ലാസ്സുകളും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലെ, ഡൗട്ട് ക്ലിയറൻസ് നടക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ആക്റ്റീവായിട്ട് ഇന്റൻസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൂം ലൈവ് ക്ലാസ്സുകൾ നോക്കുമ്പോൾ പാർട്ടിസിപ്പൻസിന്റെ നമ്പർ കുറഞ്ഞു, ആ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു അല്ലെ. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് നമ്മുടെ കുറെ കുട്ടികളുണ്ട് സെറ്റ് ബോട്ടണിയിലെ കുട്ടികൾ, നല്ല ബ്രില്യൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഡൗട്ട് ചോദിച്ച് നല്ല രീതിയിൽ പഠിക്കുന്നവർ അല്ലെ. നോട്ട് എഴുതിയെടുത്ത് നല്ല നമ്മൾ കൊടുക്കുന്ന നോട്ടുകൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ അവർക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുള്ളത് ഓഫ്കോഴ്സ് ഒരു സത്യം തന്നെയാണ്. അത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ അല്ലെ. അപ്പൊ നമ്മൾ അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ നിങ്ങളിത് തുടർന്ന് പോവുക. നമ്മളെ സെപ്റ്റംബർ 20 എക്സാമിന് നമുക്കത് ക്രാക്ക് ചെയ്യണം അല്ലെ. അപ്പോ എന്താണെങ്കിലും അവര് 30 ദിവസം കൊണ്ട് ഒരു ബൂസ്റ്റർ ബാച്ച് ഉണ്ടായിരുന്നു CCയുടെ. ആ 30 ദിവസം കൊണ്ട് നമ്മളെ 7 യൂണിറ്റ്സിലുള്ള എല്ലാ മൊഡ്യൂൾസുകളും ഒരു ടൈം ടേബിൾ വെച്ചിട്ട് കൃത്യമായിട്ട് ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ കണ്ടന്റ് പ്ലസ് MCQ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഒരുവിധം കവർ ചെയ്ത് പോകുന്നവരായിരുന്നു അല്ലെ. അപ്പൊ അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ പഠനത്തിന്റെ ആ ഇന്റൻസിറ്റി കുറയ്ക്കരുത്. നിങ്ങൾ അതേപോലെ തന്നെ മുന്നോട്ട് പോകുക. പിന്നെ അതിന്റെ ഒരു മറുവശം നോക്കിയാല് ഒരുപാട് പേർക്ക് അല്ലെ ഈ വർഷത്തെ സെറ്റ് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു 42 ഡേയ്സ് അല്ലെ, 40 above ഡേയ്സ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, പലരുടെയും ലൈഫ് ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പൊ ഒരു കൂട്ടം ആളുകള് കുറച്ച് വിഷമം തോന്നിയിരുന്നെങ്കിലും ഒരു കൂട്ടം ആളുകൾക്ക് ഒന്നും പഠിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അല്ലെ. അവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഇനിയും ഉണ്ട് ഒരു 40 ഡേയ്സിന് അടുത്ത ദിവസങ്ങൾ അല്ലെ. ആ ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. 30 ഡേയ്സ് കൊണ്ട് വളരെ സക്സസ്ഫുള്ളി നമ്മളെ സിലബസ് മുഴുവൻ നല്ല രീതിയിൽ കവർ ചെയ്ത് റിവൈസ് കണ്ടന്റ് പറഞ്ഞ് MCQ ചെയ്ത് നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവന്നവരാണ് നമ്മൾ അല്ലെ. അപ്പോൾ അതേ പാറ്റേൺ നിങ്ങളും ഫോളോ ചെയ്താൽ ഇനിയും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെ. നമുക്കൊരു ഗിഫ്റ്റ് ആണ്. ഇത്രയും ഡേയ്സ് കൂടുതൽ കിട്ടുക എന്നുള്ളത് നമുക്ക് മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ CCന്റെ പ്രത്യേകത, സെറ്റ് ബോട്ടണിയുടെ ബാച്ച് എടുത്ത് നോക്കുമ്പോൾ എന്താ പ്രത്യേകത എങ്കിൽ, വളരെ കുറച്ചും നമ്മളെ LBS നടത്തുന്ന സെറ്റ് എക്സാമുകളുടെ സിലബസ് നോക്കുമ്പോൾ സെറ്റ് ബോട്ടണിയുടെ സിലബസ് അല്ലെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റു കുട്ടികളും സമ്മതിക്കുന്നതാണ്, എല്ലാ സബ്ജക്റ്റിനായിട്ടും ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ. ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെ. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ. അപ്പോ ആ സിലബസ് എങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന് മുൻപത്തെ എക്സാമിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. ഒരു കേരളത്തിൽ 20 നമ്പേഴ്സ് ആളുകൾ മാത്രമേ ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ സെറ്റ് എക്സാം അല്ലെ. അപ്പൊ അത് നമ്മുടെ CCNs ആയിരുന്നു കൂടുതൽ. ഓക്കെ, അപ്പോ CCയിൽ ജോയിൻ ചെയ്താലുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു 30 ഡേയ്സ് ബാച്ച് ആണ്. ഈ 30 ഡേയ്സ് ബാച്ചിൽ കഴിഞ്ഞ ബാച്ചിന് പഠിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഷുവർ തരുന്നു, നല്ല രീതിയിൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും, നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിരിക്കും. നമ്മള് പ്രീവിയസ് ആയിട്ടുള്ള അതായത് PYQ ക്വസ്റ്റ്യൻസ് നമ്മളൊക്കെ അധികം എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. LBS അങ്ങനെ PYQs തരാറില്ല അല്ലെ. പക്ഷെ എല്ലാ കണ്ടന്റും നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കും. എങ്ങനെ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ ഒരു ടീച്ചിങ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു 30 ദിവസം കൊണ്ട്
എന്താണ് സെറ്റ് ആക്കാൻ പറ്റും. നമ്മുടെ CCയിൽ കൂടെ ചേർന്നാല് 30 days സൂപ്പർ ഫോക്കസ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക്, ഇനിയും പഠിച്ചിട്ടില്ലാത്തവർക്ക് വെറുതെ പോയിട്ട് അറ്റൻഡ് ചെയ്യാം എന്ന് കരുതിയിരിക്കുന്നവരുണ്ടായിരുന്നു ഒരുപാട് പേര് അല്ലെ. അവർക്കാണ് ഈ ചാൻസ്. അപ്പോൾ നമ്മൾക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള ചാൻസിനെ നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. അതിനെ നമ്മൾ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ എങ്കിൽ എന്താണ് ഒരു സെറ്റ് ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമേ അല്ല അല്ലെ. അതിന്റെ എക്സാം പാറ്റേൺ നോക്കുമ്പോൾ നെറ്റിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ. അപ്പോൾ എന്താണ് നമ്മളൊരു HSST എക്സാം എഴുതി ക്വാളിഫൈഡ് ആയവരുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ സെറ്റ് ആൻഡ് നെറ്റ് എക്സാമുകൾ റീസെന്റ് ആയിട്ട് ക്വാളിഫൈഡ് ആയവരാണ് റാങ്ക് ലിസ്റ്റില് മെജോറിറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഈ സെറ്റ് ക്വാളിഫൈ ചെയ്താൽ ഇനി വരാനിരിക്കുന്ന NVT ബയോളജിയുടെ ബയോളജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ മാത്രമല്ല, സെറ്റ് ബോട്ടണി പഠിച്ചു കഴിഞ്ഞു അല്ലെ, കംപ്ലീറ്റ് ആ സിലബസ് പഠിച്ചു, ഇനി സുവോളജി പോർഷൻ കൂടി പഠിക്കുന്നുള്ളൂ. അപ്പൊ എന്താണ് എക്സാക്ട് HSST സിലബസ് തന്നെയാണ്, HSST ബോട്ടണിയുടെ സിലബസ്, ബോട്ടണി സുവോളജിയുടെ സിലബസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് NVT ബയോളജി ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണെങ്കിൽ മാത്രം വെറുതെ പോയി ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്താണ് നല്ല രീതിയിൽ ഈ ഒരു 30+ ഡേയ്സ് നല്ല രീതിയിൽ വിനിയോഗിക്കുക. നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ, അപ്പൊ നിങ്ങളും നമ്മളുടെ കൂടെ കൂടാ എന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്താണെങ്കിൽ വീക്ക്ലി 5 സ്പെഷ്യലൈസേഷൻസ് ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെന്റർഷിപ്പ് 24 hour എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും എന്ത് സംശയവും 12 o'clock വിളിക്കുന്നവരുണ്ട് അല്ലെ, അതിന് ക്ലിയർ ആയിട്ട് മറുപടി കൊടുക്കുക, അത് ഡയറക്റ്റ് ചെയ്യുക. എടുക്കുന്ന ഫാക്കൽറ്റീസിന് അപ്പോൾ തന്നെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ നല്ലൊരു മെന്റർഷിപ്പ് ഉണ്ട്. വീക്ക്ലി റിവിഷൻ എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്. ഈ എക്സാമുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ എക്സാമുകൾ സെറ്റ് എക്സാമിന് പോകുമ്പോൾ നമുക്കൊരു ഫിയറോ ഒന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മളിവിടെ കുട്ടികളെ അതിന് യൂസ്ഡ് ആക്കി എടുക്കുന്നു. ഈ എക്സാമുകളൊക്കെ 10 or 20 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എക്സാമിനോടനുബന്ധിച്ച് എക്സാം എടുക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു സെറ്റ് ബാച്ചാണ്, സെറ്റ് ബോട്ടണി ബാച്ചാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും വേഗം സമയം കളയാതെ CCയുടെ സെറ്റ് ബോട്ടണിയിൽ 30 days ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യും. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും എക്സാമുകളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സെറ്റ് ബോട്ടണി എങ്ങനെ പഠിക്കുന്നു നമ്മൾ പറഞ്ഞു, 30 ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാം എന്നല്ലേ. അപ്പൊ അതിന്റെ കുറച്ച് മോഡൽ അത് ഫേസ് ചെയ്താ, അത് അനുഭവിച്ച, അത് അങ്ങനെ പഠിച്ചെടുത്ത നമ്മളുടെ CC കുട്ടികളുണ്ട്. കഴിഞ്ഞ ബാച്ചില് 30 days സെറ്റ് ബോട്ടണി ബാച്ചിൽ പങ്കെടുത്ത കുട്ടികളുണ്ട്. അവരെ കൊണ്ട് പറ്റില്ല, ഇത്രയും വലിയ സിലബസ് നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവര് മാക്സിമം അല്ലെ ഒരു 75% പഠിച്ച് റെഡി ആയിട്ട് ഇരിക്കുന്നവരാണ് അവര്. ഓക്കെ, ബാക്കി 24% എന്ന് പറഞ്ഞാൽ അവർ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. 75% നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരത് പഠിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ കൃത്യമായി ഫോളോ ചെയ്യുന്നവര്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സെറ്റ് ബോട്ടണിയില് യൂണിറ്റ് 1 ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം ആണ് വരുന്നത്. ബാക്ടീരിയ, വൈറസ്, ഫൈക്കോളജി, ഇതാണ് ക്രിപ്റ്റോ ഗെയിംസിന് പുറത്ത് വരുന്നത്. ക്രിപ്റ്റോ ഗെയിംസിൽ വരുന്ന ആൽഗെ, ബ്രയോഫൈറ്റ്സ്, സ്റ്റേഡോഫൈറ്റ്സ്, പിന്നെ ഫെൻഡ്രോ ഗെയിംസിൽ വരുന്ന ജിംനോസ്പം. ഇത്രയാണ് മൊഡ്യൂൾ 1 ഉള്ളത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ടേബിളിലൂടെ, അതായത് ഇപ്പോ എല്ലാതും ഫിഷിന്റെ ക്ലാസിഫിക്കേഷൻ, സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ, ലൈഫ് സൈക്കിൾ പാറ്റേൺ, എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു പാറ്റേണിലാണ് നമ്മളെല്ലാം ഫോളോ ചെയ്യേണ്ടത്. ഇതെന്തായി, ഒരു ടേബിൾ ഫോമിൽ നമ്മൾ ഒരു ടേബിൾ ഫോമിൽ അതിനെ കൊണ്ടുവരുന്നു. ഇത്രയും കണ്ടന്റിനെ ഒരു ടേബിളിലോട്ട് ചുരുക്കിയിട്ട് പിന്നെ അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ MCQs ഡിസ്കസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിലാണ് എങ്ങനെ ഇത് പോസിബിൾ ആവും എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളിലോട്ട് വരാം അല്ലെ. അതായത് ഇത്രയും വലിയ സിലബസ് എങ്ങനെ 30 days കൊണ്ട് പഠിക്കാൻ പറ്റും? അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഷോർട്ടാക്കി ടേബിൾ ഫോമിലാക്കി ട്രിക്കുകളിലൂടെയും കോഡുകളിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബ്രയോപ്സിഡ അല്ലെ, നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക് ഉണ്ട് അല്ലെ, ഒരു മൊഡ്യൂളാണ്, യൂണിറ്റ് 1 ഒരു മൊഡ്യൂളാണ് ബ്രയോളജി. ബ്രയോളജിയിലെ ഒരു ടോപ്പിക് നമുക്ക് എങ്ങനെ ബ്രയോളജി അതിന്റെ ബേസിക് ഐഡിയാസ് ഒരു ടേബിളിലൂടെ പഠിക്കാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോ ബ്രയോഫൈറ്റ്സുകളെ 3 ഗ്രൂപ്പായിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 മെയിൻ ഗ്രൂപ്പ്സ്? ഹെപ്പാറ്റിക്കോപ്സിഡ, മാർക്കേൻഷ്യ
അല്ലെ, റിക്സിയ, മാർക്കേൻഷ്യ, ലിവർ വേർഡ്സുകൾ വരുന്ന ഹെപ്പാറ്റിക്കോപ്സിഡ, എൻഡോസൊറോസ് വരുന്നത് ബ്രയോപ്സിഡ, മോസസ് വരുന്ന ബ്രയോപ്സിഡ. ഇങ്ങനെ മെയിൻ 3 ഗ്രൂപ്പായിട്ടാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതാണ് മെയിൻ ആയിട്ട് ഇതിലെ ഒരു ഉറപ്പായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നെ ഈ ടേബിളിലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. റൈസോയിഡ്സ്, ക്ലോറോപ്ലാസ്റ്റ്, കൊളുമല്ല, ഡിസ്പേഴ്സൽ. ഇതിലെ കൊളുമല്ല, ഡിസ്പേഴ്സൽ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കിനെ നമ്മൾ ഈ ടേബിളിലേക്ക് ചുരുക്കാണ്. ഓക്കെ, അപ്പൊ നോക്കാം. റൈസോയിഡ്സ് ഓഫ് ഹെപ്പാറ്റിക്കോപ്സിഡ ഈസ് യൂണിസെല്ലുലാർ. റൈസോയിഡ്സ് ഓഫ് എൻഡോസെറോട്ടോപ്സിഡ ഈസ് യൂണിസെല്ലുലാർ. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈസോയിഡ്സ് ഓഫ് ബ്രയോപ്സിഡ ഈസ് മൾട്ടിസെല്ലുലാർ ആൻഡ് ബ്രാഞ്ച്ഡ്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ഹെപ്പാറ്റിക്കോപ്സിഡ മെനി പെർ സെൽ. എൻഡോസെറോട്ടോപ്സിഡ ഒരേ ഒരു ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവുള്ളൂ, പക്ഷേ അതിൽ വലിയ ലാർജ് പൈർനോയിഡ്സ് ഉണ്ടായിരിക്കും. പിന്നെ ബ്രയോപ്സിഡയില് മിനി ക്ലോറോപ്ലാസ്റ്റ് പെർ സെൽ ആണ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, PYQs ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കൊളുമല്ല നോക്കുമ്പോൾ, കൊളുമല്ല എന്നുള്ളൊരു പെക്യൂലിയർ ഫീച്ചർ ആണ് അല്ലെ ബ്രയോഫൈറ്റ്സിന്റെ. ഹെപ്പാറ്റിക്കോപ്സിഡയിലെ കൊളുമല്ല ഈസ് ആബ്സെന്റ് ആണ്, എൻഡോസെറോട്ടോപ്സിഡയിലെ പ്രസന്റ് ആണ്, ബ്രയോപ്സിഡയിലെ പ്രസന്റ് ആണ്. അപ്പോൾ എപ്പോഴും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കൊളുമല്ല ഈസ് ആബ്സെന്റ് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? നമ്മുടെ ഹെപ്പാറ്റിക്കോപ്സിഡ, റിക്സിയ, മാർക്കാൻഷ്യ വരുന്ന ഹെപ്പാറ്റിക്കോപ്സിഡയിലെ കൊളുമല്ല ആബ്സെന്റ് ആണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്പേഴ്സൽ ആണ്. സ്പോർ ഡിസ്പേഴ്സൽ ഉണ്ടല്ലോ, അതിനെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇലേറ്റേസ്. ഇലേറ്റേസ് ആർ ദി പെക്യൂലിയർ ഫീച്ചർ ഓഫ് ഹെപ്പാറ്റിക്കോപ്സിഡ ഫോർ സ്പോർ ഡിസ്പേഴ്സൽ. എൻഡോസെറോട്ടോപ്സിഡയില് ട്രൂ ഇലാറ്റേസ് ഇല്ല, ഇലാറ്റേസിനെ പോലുള്ള ഒരു സ്യൂഡോ ഇലാറ്റേസ് ഉണ്ട്. ബ്രയോപ്സിഡയില് ഇലാറ്റേസ് is absent. Spore dispersal is by means of a structure പെരിസ്റ്റോം ടീത്ത്. അപ്പോൾ മെയിൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ബ്രയോഫൈറ്റ്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇത്. ഇതിനെ നമ്മൾ ഒരു ടേബിൾ ആയിട്ട് ചുരുക്കിയിരിക്കുന്നു. ഓക്കെ, ഇതുപോലെയാണ് ആൽഗെ, ടെറിഡോഫൈറ്റ്സ്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടഫ് പോർഷൻ ആണ് മൊഡ്യൂൾ 1 യൂണിറ്റ് 1 ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ, പ്ലാന്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ ഈ എല്ലാ ആൽഗെ ആയാലും ബ്രയോഫൈറ്റ്സ് ആയാലും ജിംനോസ്പെർം ആയാലും എല്ലാത്തിനെയും ഇതുപോലെ ടേബിളിലേക്ക് ചുരുക്കുന്നു. പോയിന്റ്സ് ഒക്കെ ചുരുക്കി എല്ലാ പോയിന്റ്സും മിസ്സാക്കാതെ പ്ലസ് എക്സാമ്പിളോട് കൂടി പഠിക്കുന്നു. ഈ ഒരു മെത്തേഡാണ് നമ്മൾ CCയിൽ സിറ്റ് ബോട്ടണിക്കായിട്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം നമ്മുടെ സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യാം. അതോടൊപ്പം തന്നെ MCQ ഡിസ്കഷനും നടത്താം. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അല്ലെ. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളുണ്ട് കൂടെ. എത്രയും വേഗം CCയുടെ സെറ്റ് ബോട്ടണി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ, ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഈസ് 9746455514. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.